അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അന്നഹ്ലത്തുൽ ഇന്തിബാഹിയ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അറബിയിൽ ഒരു ചെറിയ വ്യത്യാസങ്ങളാണ് പഠിക്കുന്നത്. അതിലൊന്നാമത് അല്ലൊഹർ എന്നുള്ളതാണ്. അല്ലൊഹർ, അപ്പോൾ അത് അങ്ങനെ തന്നെ വായിക്കണം. ലോഇന് ഫതഹത്താണ്, അത് ലൊമ്മത്തായാൽ ഉച്ച എന്നാകും അർത്ഥം. ലുഹർ, നമ്മൾ ലുഹർസ്കാരം എന്നറിയില്ല, സ്വലാത്തു ലുഹർ, ഉച്ച എന്നാകും അർത്ഥം. ലോഇന് ഫതഹത്താവുമ്പോൾ മാത്രമേ നമ്മൾ പറഞ്ഞ അർത്ഥം കിട്ടുള്ളൂ. ലൊഹർ എന്ന് പറഞ്ഞാൽ ഖിലാഫുൽ ബത്തൻ എന്നാണ്. അതായത് നമുക്കറിയാം മുതുക്, ശരിക്കും നമ്മൾ പുറംഭാഗം എന്ന് പറയും, മുതുക് എന്നാണ്. അത് ഖുർആനിൽ ലുഹൂരിഹിം എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലൊഹറിൻ്റെ ജമ്മായിട്ടാണ് അവിടെ ലുഹൂരിഹിം എന്ന് വന്നിട്ടുള്ളത്. സൂറത്തുൽ തൗബയിലാണ് വന്നിട്ടുള്ളത്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. അപ്പോൾ അവിടെ ആണ് ലുഹൂർ എന്നുള്ള പദപ്രയോഗം ഖുർആനിലുണ്ട് ഏതായാലും. അപ്പോൾ അവിടെ മുതുക് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. മുതുക്, പുറംഭാഗം, ഖിലാഫുൽ ബത്തൻ എന്നുള്ളതാണ്. അടുത്തത് അല്ലൊഹർ, അത് ലൊഹറാണ്. ലൊഹർ അല്ല, ലൊഹർ എന്ന് പറഞ്ഞാൽ അത് ലോതാണ്. അവിടെയും ഫതഹത്ത് തന്നെയാണ്. അവിടെ ആലൽ ജബൽ എന്നുള്ളതാണ്, പർവ്വതത്തിൻ്റെ ഏറ്റവും മേലെയുള്ള ഭാഗം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ള ഒരു സംശയം എന്താ വെച്ചാൽ, ഖിമ്മത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഖിമ്മത്ത് പറഞ്ഞാൽ ഏറ്റവും ഉച്ചിയായ ഭാഗം, ഏറ്റവും ടോപ്പിലുള്ള ഭാഗമാണ് ഖിമ്മത്ത്. അതിൻ്റെ നേരെ താഴേക്കാണ് ലൊഹർ. ലൊഹർ എന്നുള്ള ആ ഒരു ഡിഗ്രി താഴേക്കാണ് അത് പറയാം, ലൊഹർ എന്നുള്ള വാക്ക് പറയാം. അടുത്തത് കൈല്. കൈല് പറയുമ്പോൾ അത് എന്താണ്? ലോ ആണ്, കൈല്. ഓക്കെ, അത് ഷിദ്ദത്തുൽ ഹർ, നല്ല ശക്തമായ ചൂട്, ശക്തമായ താപനില, ഇതിനൊക്കെയാണ് കൈല് എന്ന് പറയാൻ. എന്നാൽ അടുത്തത് അൽ കൈലു. കൈലു അത് ലോതാണ്. അതിന് കിഷ്റത്തുൽ ബൈല എന്നാണ്, അതായത് മുട്ടൻ്റെ തോട്. നമ്മളെ കോഴിമുട്ട, താറാമുട്ട, അങ്ങനത്തെ ഒക്കെ മുട്ടൻ്റെ തോടിനാണ് എന്താ പറയുക, അൽ കൈലു, അതാണ്. അടുത്തത് അൽ അലും. അലും എന്ന് പറയുമ്പോൾ ലോ ആണ്, അത് ശ്രദ്ധിക്കുക. അൽ കസ്ബുല്ലതി അലൈഹിൽ ലഹം എന്നുള്ളതാണ്. അതായത് ഈ കസബ് എന്നുള്ളത് ഞാൻ ഒന്ന് വിശദീകരിക്കാം. അതിന് മുമ്പ് നമുക്ക് അലും എന്താന്ന് നോക്കാം. അലം എന്ന് പറഞ്ഞാൽ ലോതാണ്. അലും എന്ന് പറഞ്ഞാൽ മക്ബുൽ കൗസ് എന്നാണ്. അതായത് അമ്പും വില്ലും പിടിക്കണ ആ ഒരു പിടുത്തത്തിൻ്റെ ആ ഒരു ഇതിനാണ് അലം എന്ന് പറയുക. അമ്പും വില്ലും പിടിക്കണ ആ ഒരു പിടുത്തത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അതിനാണ് അലം എന്നുള്ള വാക്ക് പറയുക. ലോതാണ്. എന്നാൽ ലോ ആയാൽ എന്താണ്, അലം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. അൽ കസബുല്ലതി അലൈഹിൽ ലഹം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം പറഞ്ഞാണ് ഞാൻ നിർത്തുകയാണ്, മാത്രം പറയുന്നുള്ളൂ. അതിൽ ഞാൻ മആനിയിൽ നോക്കുമ്പോൾ, ഇത് മആനിൻ്റെതാണ്, മആനിൻ്റെ ഇതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. മആനിയിൽ കസബിൻ്റെ ഇത് നോക്കുമ്പോൾ കസബുൽ ഇൻസാൻ നിങ്ങൾക്ക് ഇവിടെ റെഡിൽ കാണാൻ സാധിക്കും. കസബുൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ കസബുൽ യദൈനി അവർ രജ്ലൈനി ഇലാമുഹു വയുത്ലഖു അലാ കുല്ലി അലമിൻ മുസ്തദീരിൻ വ മുസ്തത്തീലിൻ മുജവ്വിഫിൻ എന്നാണ്. ഉണങ്ങിയ എന്താണ്, നീണ്ടതും അതുപോലെ വട്ടത്തിലുള്ളത്. മുസ്തത്തീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നീണ്ടത്. മുസ്തദീർ വട്ടത്തിലുള്ള എല്ലാ എല്ലുകൾക്കും എന്താണ്, അത് എവിടുത്തെ എല്ലുകളാണ്? കാലിൻ്റെയോ അല്ലെങ്കിൽ കൈയിൻ്റെയോ എല്ലുകൾ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു ചുവപ്പടിയാളം താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ കസബ് ഇലാമുൽ യദൈനി വരിജ്ലൈൻ വൽ അസാബി എന്ന് കാണാൻ സാധിക്കും. അതായത് കൈയിൻ്റെയും കാലിൻ്റെയും വിരലിൻ്റെയും എല്ലിൻ്റെ ആ ഒരു ഇതിനാണ് കസബ് എന്ന് പറയുക. ഇനി നിങ്ങൾ ചിത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ചിത്രം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നോക്കൂ, ഈ ചിത്രത്തിൽ ഈ ഒരു ചിത്രം നോക്കൂ. ഇത് കാലിൻ്റെയോ കൈയിൻ്റെയോ അല്ലെങ്കിൽ എല്ലാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ വിരലിൻ്റെയും അസാബിയൊന്നും കൊടുത്തിട്ടുണ്ട് ഒരു വിശദീകരണത്തിൽ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനത്തെ എല്ലുമേ ഇറച്ചി പൊതിഞ്ഞ ഒരു ഭാഗത്തിനാണ് അലും എന്ന് പറയുക. അപ്പോൾ കസോനൽ ഇലാമ ലഹ്മ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഓക്കെ.